കുറച്ച് നാളുകളായി എനിക്ക് കുറച്ച് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ഞാനൊരു കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നടന്നു കിട്ടി. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വാരാഹിയുടെ ഒരു പുതിയ മന്ത്രമാണ്. ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അർദ്ധരാത്രി നിങ്ങൾ ഏകദേശം ഒരു 12-1 മണി ആ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച്, അതായത് 21 തവണ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് ഇടവേളയിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എന്താ പറയുക, നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത് വെറും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ദൈവത്തിനെ എന്താ പറയുക, നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം സാധിക്കണം എന്നുള്ള രീതിയിൽ വേണ്ടി മാത്രം, ആവശ്യത്തിന് മാത്രം നമ്മൾ ദൈവത്തിനെ കാണരുത്. നമ്മളെപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് ശുദ്ധമാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ദൈവം വസിക്കുകയുള്ളൂ. അങ്ങനെ ഉറപ്പുള്ളവർക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. കാര്യം, നമ്മളൊരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ദൈവത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് നല്ലത് വന്ന് ചേരാൻ വേണ്ടി മാത്രം നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നതിൽ എന്തർത്ഥമുള്ളത് ഒന്ന് ആലോചിക്കും. നമ്മളൊരു കാര്യം, ഒരു നല്ല കാര്യം നമ്മൾ വേറൊരാൾക്ക് അവർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരത്രയും എഫേർട്ട് ഇട്ടിട്ടായിരിക്കും കിട്ടിയതെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ നല്ല മനസ്സോടുകൂടി അവരെ നല്ലതായിരിക്കട്ടെ എന്ന് നമ്മൾ പറയും. അതേസമയം നമ്മൾ അത് മോശ ചിന്തയോടുകൂടിയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞതെങ്കിൽ ആ മോശം അവസ്ഥ ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ചെയ്ത കർമ്മം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുത്ത റിപ്ലൈ മോശമായ രീതിയിലാണ് എന്ന് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കറിയണമെന്നില്ല, പതിയെ മനസ്സിലാവുകയുള്ളായിരിക്കാം. എന്നാൽ ദൈവത്തിന് അത് മനസ്സിലാക്കാൻ നിമിഷ നേരം മതി. തിരിച്ചടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉടനടിയായിരിക്കും അത് തിരിച്ചു കിട്ടുന്നത്. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യവുമില്ല. അപ്പോൾ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഈ ഒരു ചാനലിൽ ഒരു പുതിയ പ്രാർത്ഥനയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് ഈ പറഞ്ഞ സമയത്ത് തന്നെ ആയിരിക്കണം. 21 ദിവസം നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട്, ഓക്കെ, 21 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഞാനിപ്പോഴും വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ നമുക്ക് ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു സമയം ജപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാരാഹി മന്ത്രം ഈ ഒരു സമയം മാത്രമേ ജപിക്കാവുള്ളൂ, എന്നാൽ മാത്രമേ ദേവി കേൾക്കുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോഴാണ് സൗകര്യം, എന്നാൽ ഏറ്റവും ബെറ്റർ ആ ഒരു ടൈം എന്ന് പറയുന്നതാണ് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ മിഡ് നൈറ്റ് എന്ന് പറയുന്നത്. അതാണ് പറ്റിയ സമയം. പക്ഷേ ഇനി ഒരു സമയം നമുക്ക് പറ്റിയില്ല എന്നിരിക്കട്ടെ, പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു സമയം നിങ്ങൾ ദൈവത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദേവിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഷുവറായിട്ടും നിങ്ങളുടെ കാര്യം സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, സത്യമായ കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് മന്ത്രം ഏതാണെന്ന് നോക്കാം. ഈ ഒരു മന്ത്രം ജപിച്ചാൽ ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും. അതുപോലെ നിങ്ങളുടെ കൂടെ തന്നെ വാരാഹി അമ്മ എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക വഴി നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളാണ് വന്ന് ചേരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു അപകടങ്ങളിൽ പോലും നിങ്ങളെ സംരക്ഷിക്കാൻ ദേവിക്ക് കഴിയും. ഓക്കെ, നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയമോ അല്ലെങ്കിൽ ഒരു പേടി അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, സ്വയം നമ്മുടെ പേടിക്കുമല്ലോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവതിയെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് മാറിക്കിട്ടും. അതുപോലെ ദുരാത്മാക്കളിൽ നിന്നും നമുക്ക് അപകടങ്ങൾ, ഒരുപാട് ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ദുഷിച്ച കണ്ണുകളോടെ ഒരുപാട് ആളുകൾ നമ്മൾ ദൃഷ്ടിദോഷം എന്ന് പറയും, അതൊക്കെ മാറും.
അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നു, ഈ മന്ത്രം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 21 തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത്. ഏറ്റവും ബെറ്റർ സമയം നേരത്തെ പറഞ്ഞു, ആ സമയം പറ്റുന്നത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ടൈം നല്ല ശുദ്ധിയോടെ വേണം പ്രാർത്ഥിക്കാനും. ഓക്കെ. ഓം ശ്രീ മഹാവരാഹി നമോസ്തുതേ. ഓം ശ്രീ മഹാവരാഹി നമോസ്തുതേ. ഓം ശ്രീ മഹാവരാഹി നമോസ്തുതേ. ഓം ശ്രീ മഹാവരാഹി നമോസ്തുതേ. ഓം ശ്രീ മഹാവരാഹി നമോസ്തുതേ.